ആദ്യം റിനി ആൻഡ് ജോർജ്, പിന്നെ ഹണി ഭാസ്കർ, അവന്തിക, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത നിരവധി യുവതികൾ. ശരിക്കും പറഞ്ഞാൽ പരാതി പ്രളയമാണ്. വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം, നിയമവിരുദ്ധമാണെല്ലാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നമ്മുടെ നിയമസഭയിൽ നമ്മുടെയൊക്കെ ജനപ്രതിനിധിയായി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹനാണോ? അല്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസ് MLA എന്നതാണ് രാഹുലിന്റെ നിലവിലെ മേൽവിലാസം. രാഹുലിന് ആ മേൽവിലാസം നൽകുന്നതിൽ കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതോടെ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ശമനമാകുമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്നലെ ഉണ്ടായ വെളിപ്പെടുത്തലുകൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പുറമെ ഇന്നിപ്പോൾ കൂടുതൽ ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും ഒക്കെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ രാഹുൽ കൂടുതൽ പ്രതിരോധത്തിലായി. ഇന്നലെ CPM-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് രാഹുൽ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, അവരുടെ പാർട്ടിയാണ് എന്നുള്ളതാണ്. ഇന്ന് പക്ഷേ ഒരു ഐക്യ നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. രാഹുൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് CPM. അതോടൊപ്പം തന്നെ BJP കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദം ഉണ്ടായപ്പോൾ മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന നിലപാട് രാഹുലിന്റെ രാജി അനിവാര്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിലെന്തായാലും രാജിവെക്കേണ്ടതില്ല എന്നുള്ള മറുപടിയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നൽകുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള 2 MLA-മാർ സമാനമായ ആരോപണം നേരിട്ടു. അന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതല്ലാതെ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. അതോടൊപ്പം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന AK ശശീന്ദ്രൻ സമാനമായ ആരോപണമുണ്ടായി, രാജിവെച്ചില്ല, സ്ഥാനത്ത് തുടരുകയാണ്. മുകേഷ് MLA-ക്കെതിരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലുണ്ടായി. പക്ഷേ മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ല, MLA ആയി തുടരുകയാണ്. അപ്പോൾ അത്തരം കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഹുൽ മാറി നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസ് പറയുന്നത്. രാഹുലിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം രാഹുൽ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നു. ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി കാണുന്നത്. അതിന് വരും ദിവസങ്ങളിലും തുടരുമെന്ന അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. നിരുപാധികം ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത്. തുറന്നു പറഞ്ഞവർ നേരിടുന്ന സൈബർ അധിക്ഷേപങ്ങൾ നമ്മൾ കാണുകയാണല്ലോ. രണ്ടാം സരിതയെന്നൊക്കെ പറഞ്ഞ ഇനിയും ആരും പരാതിയുമായി വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൈബർ ഇടത്തിലെ രാഹുൽ അനുകൂലികൾ. അതുകൊണ്ടാണ് നിശ്ചിതമായി പാലക്കാട് MP-യുടെ പ്രസ്താവനയെ കണിശമായി എതിർക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം അധപ്പതിക്കണം? പരാതിക്കാരിയുടെ ഇരയുടെ വസ്ത്രത്തെക്കുറിച്ച് വർത്തമാനം പറയണമെങ്കിൽ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നാണ് VK ശ്രീകണ്ഠൻ ഇന്ന് ചോദിച്ചത്. 3-3.5 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ്? അല്ല അന്ന് എന്താ നമ്മുടെ നാട്ട് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ. പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. എന്തോ ഭാഗ്യം കോൺഗ്രസിലെ സ്ത്രീകൾക്ക് ബോധമുണ്ട്. ശ്രീകണ്ഠന്റെ പ്രസ്താവന തെറ്റാണെന്ന തിരിച്ചറിവുണ്ട്. ഒരു സ്ത്രീയെയും ഒരു പരാതിക്കാരിയെയും അപമാനിക്കാൻ പാടില്ല എന്നതാണ് കോൺഗ്രസ് നിലപാടെന്ന് ദീപ്തി മേരി വർഗീസ്. എനിക്ക് മറുപടി പറയാനില്ല, അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ശരിയായ പ്രസ്താവനയാണ്. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നത്. ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ വിവാദങ്ങളിൽ സമ്പൂർണ്ണ മൗനം പാലിക്കുന്ന ഒരാളുണ്ട്, വടകര MP, മുൻ പാലക്കാട് MLA. എല്ലാത്തിനുമുപരി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയ ഷാഫി പറമ്പിൽ. വോട്ട് ചോരി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ബീഹാറിൽ പോയി എന്നാണ് കേൾക്കുന്നത്. ഷാഫിക്ക് പരാതികൾ അറിയാമെന്ന് പലരും പറയുന്നു. അതിൽ സത്യമുണ്ടോ? എന്താണ് എന്തിനും ഏതിനും സംസാരിക്കുന്ന, റീൽസ് ഇടുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ മൗനം പാലിക്കുന്നത്? ഷാഫി എവിടെ? ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ രാഹുലിന്റെ പൊളിറ്റിക്കൽ ഗുരുവായി കാണപ്പെടുന്ന ഷാഫി പറമ്പിലിന്റെ പാലക്കാട് അടക്കം രാഹുലിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അത് കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കിയതാണ്.
രാഹുലിനെ തള്ളിപ്പറയുമോ അതല്ലെങ്കിൽ ന്യായീകരിക്കുമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാനാണ് ഇന്നലെ രാവിലെ 8:30 മുതൽ അദ്ദേഹം താമസിക്കുന്ന മിൻഡോ റോഡിലെ MP ഫ്ലാറ്റ്സിൽ എല്ലാ മാധ്യമപ്രവർത്തകരും കാത്തിരുന്നത്. വൈകിട്ട് 5:30 വരെ കാത്തിരുന്നു. അദ്ദേഹം പുറത്ത് വന്നില്ല. ഇന്നലെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. അതിനിടയിൽ അദ്ദേഹം എപ്പോഴും ഇറങ്ങിപ്പോയി ഒപ്പിട്ടിട്ട് വന്നു എന്നുള്ളതാണ് ചില സൂചനകളായി അറിയാൻ സാധിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ അദ്ദേഹം പോയിട്ടില്ല, ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല. വൈകിട്ട് 5:30 ആയപ്പോൾ അദ്ദേഹം ഡൽഹി വിട്ടു എന്നുള്ള കാര്യമാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. അദ്ദേഹം പോയത് ബീഹാറിലേക്കാണ്. രാഹുലിൻ്റെ യാത്രയിൽ, വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യമായിരുന്നു വിശദീകരണം. എംപിമാരെല്ലാവരും അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചതാണെന്നൊക്കെ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ നിന്നും അറിയിപ്പായി ലഭിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഈ MP ഫ്ലാറ്റ്സിലെ മെയിൻ്റനൻസ് ജീവനക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവീസ് ലിഫ്റ്റുകളുണ്ട്. ആ ലിഫ്റ്റ് വഴി താഴത്തേക്ക് ബേസ്മെൻറ്റിലേക്ക് പോയി അവിടെ നിന്നും വാഹനത്തിൽ എയർപോർട്ടിലേക്ക് നേരിട്ട് പോയി എന്നുള്ള കാര്യം തന്നെയാണ് പിന്നീട് അവിടെ നിന്ന് മനസ്സിലായത്. ഫോണുകൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. ഫോണുകൾ ഓഫായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും അദ്ദേഹത്തെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല. അതായത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ അത്രയും വെറും മൗനം പാലിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തത്. മാത്രമല്ല മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹം ബീഹാറിലേക്ക് പോവുകയും ചെയ്തു. DYFI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. സ്നേഹത്തിന്റെ മണമുള്ള പൊതിച്ചോറ്. 2017 ജനുവരി 1 തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പൊതിച്ചോറിന് തുടക്കം കുറിച്ചത്. 2025 8 വർഷം, ഒരു ദിവസം പോലും നിന്നിട്ടില്ല, അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല എന്നതാണ് സത്യം. 300 പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ പദ്ധതി, ആ ചെറിയ പദ്ധതി ഇന്ന് കേരളത്തിന് മുഴുവൻ അഭിമാനമാണ്. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു സംഘടനയുടെ വാക്കാണ് പൊതിച്ചോറ്. നമ്മളിൽ പലരും ഇക്കഴിഞ്ഞ 7 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ സ്നേഹം അറിഞ്ഞു കാണും. ഒന്നെങ്കിൽ അത് രുചിച്ച്, അല്ലെങ്കിൽ ആ പൊതി കെട്ടിയിട്ട്. അതിൽ രാഷ്ട്രീയമില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്ന സ്നേഹമാണത്. ആ സ്നേഹത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനാശാസ്യമെന്ന് വിളിച്ചത്. കഴിഞ്ഞ 7 വർഷക്കാലമായി DYFI എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ്. ആ സംരംഭത്തിൻ്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് DYFIക്കാർക്ക്, ഇപ്പോൾ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറേ DYFIയുടെ നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ ചലഞ്ചിന് വയ്ക്കാം. ഞങ്ങളുടെ യൂത്ത് കെയറിൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നാളിതുവരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിനിരിക്കാം. DYFIക്കാരൻ പൊതിച്ചോറിൻ്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ, അനാശാസ്യം എന്ന് വിളിച്ച അതേ പൊതിച്ചോറ് ഇന്ന് DYFI ഇന്നും കെട്ടിയിട്ടുണ്ട്. സ്നേഹത്തിന്റെ പൊതിച്ചോറ്. അനാശാസ്യത്തിന് രാഹുലിനെ പുറത്താക്കിയ പത്രത്താളുകളിലാണ് ഇന്ന് ആ പൊതിച്ചോറ് കിട്ടിയത്. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലല്ലോ. വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പൊതിച്ചോറ് തന്നുവിട്ട അമ്മമാരെ, ചേച്ചിമാരെ, കുഞ്ഞു മക്കളെയാണ് രാഹുൽ അന്ന് അപമാനിച്ചത്. കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് കണ്ടത്.